വീട്ടിൽ പോകുന്ന വഴിക്ക് എന്റെ കടയിൽ നിന്ന് സ്വീറ്റ്സും പാനിപ്പൂരിയും കഴിച്ചിട്ടല്ലേ പോവാറുള്ളേ. ഇപ്പൊ നേരെ അങ്ങോട്ട് പോവാണല്ലോ. എന്തു പറ്റി? അവരങ്ങനെ ചെയ്താ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നല്ല വിഷമത്തിലാ രഞ്ജിത്തെ. ഞാൻ ഫുൾ ഫീലിങ്സാ. 2 ദിവസം എന്നെ വിട്ട് ഡൽഹിക്ക് പോയിരിക്കുന്നു, അറിയാമോ? അല്ല, നിങ്ങൾ എന്തിനാ വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നേ? മനസ്സിലാവുന്ന പോലെ ഒന്ന് പറഞ്ഞു തന്നൂടെ? എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ നിന്റെ അടുത്ത് എങ്ങനെയാ പറയുന്നേ? എന്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല. ഡെയിലി വഴക്കിട്ട അതിന് ചിലപ്പോ നമ്മൾ അഡിക്റ്റ് ആയി പോവും. ഇന്ന് കൈയും നാക്കും ഒക്കെ വെറുതെ സൈലന്റ് ആയിട്ടിരിക്കുക. വഴക്കിട്ടില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ലെന്നാ തോന്നുന്നേ. ഇതൊക്കെ അറിയാവുന്ന ആള് എന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോവാൻ പാടുണ്ടോ? മേലോട്ടാണോ പോയത് മേഡം? മിണ്ടാതിരിക്കെ. വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. അവര് കുറച്ച് ദൂരെ ആയതുകൊണ്ടാ എന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുന്നേ. അതിനിടയ്ക്ക് നീ വെറുതെ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കില്ലേ? നമ്മൾ ആരെയാണോ കൂടുതൽ കെയർ ചെയ്യുന്നത് അവർക്ക് നമ്മളെ പറ്റി ഒരു ചിന്തയില്ല. ഈ ലോകം ശരിയല്ല രഞ്ജിത്തെ. ഇവിടെ ആർക്കും ആരുമില്ല. ഞാൻ ഈ പറഞ്ഞത് ന്യായമല്ലേ? അമുലി ചേച്ചി, വേണമെങ്കിൽ സ്വീറ്റ് കൂട്ടി ഒരു പാനിപ്പൂരി തരാം. എന്റെ അടുത്ത് ന്യായം എന്താന്ന് മാത്രം ചോദിക്കല്ലേ. ഇവിടുത്തെ തിരക്ക് കാരണം തലയൊക്കെ പുകഞ്ഞിരിക്ക. എനിക്ക് നിന്റെ സ്വീറ്റ് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് വിശക്കൊന്നുമില്ല. അല്ല, മണ്ടിയാണെന്ന് അറിയാമായിരുന്നു. പക്ഷെ ഇത്രയും ലെവല് മണ്ടിയാന്ന് വിചാരിച്ചില്ല. കേട്ടിട്ട് എന്റെ മണ്ടന്നെ പൊളിഞ്ഞുപോയി. വിക്കി, നീ എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? അതൊന്നുമില്ല മദറിന്റെ. കുറച്ചു മുന്നെയാ ഞാൻ മാർക്കറ്റിൽ നിന്ന് വന്നേ. എന്താ, മാർക്കറ്റിൽ പോയിരുന്നോ? ആരതിയുടെ കൂടെ ഫംഗ്ഷന്റെ ആവശ്യത്തിന് വേണ്ടി ഷോപ്പിങ്ങിന് പോയതാ. നിനക്ക് തലയ്ക്ക് നല്ല സുഖമില്ല വിക്കി. നീ ഇപ്പോ ഓഫീസിൽ പോകുന്നുണ്ട്. സെമിനാർ, മീറ്റിംഗ് ഇതൊക്കെ നീ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിനക്ക് ചുറ്റും മീഡിയയിലും പ്രസ്സിലെ ആൾക്കാരുണ്ടാവും. ഒരു പണിയും ഇല്ലാത്തവനെ പോലെ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ അലങ്ങി നടന്നാ നിന്നെ കാണുന്നവരെന്ത് വിചാരിക്കും? നിന്റെ സ്റ്റാറ്റസിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ലേ നിനക്ക്? കണ്ട ആൾക്കാരുടെ കൂടെ ചേർന്ന് നീ... പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അതെ, എനിക്ക് സ്റ്റാറ്റസും ക്ലാസ്സും ഒന്നും മാറ്റർ ആവില്ല. എനിക്കെന്താന്ന് വെച്ചാ ഡൗൺ ടു എർത്തിലിരിക്കണം. സ്റ്റാറ്റസ് കാരണം നമ്മളെ ആരും തിരിച്ചറിയാനും പാടില്ല. സ്റ്റാറ്റസ് കാരണം നമ്മളാരും വിലയിടാനും പാടില്ല. ഇതെല്ലാം ദി ഗ്രേറ്റ് അമ്മയുടെ മോൻ എന്റെ ചേട്ടൻ വേദാന്ത് മേനോന പറഞ്ഞു. നീ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ലതാ, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും പ്രായോഗികമാക്കാൻ പറ്റില്ല. പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ സ്റ്റാറ്റസ് ക്ലാസ് എന്നും പറഞ്ഞ് തലയിൽ എടുത്തു വെച്ചിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ആരതിയെ കിട്ടുകയില്ലായിരുന്നു. അവളെനിക്ക് കിട്ടിയത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാ അവളെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല. നീ എനിക്ക് ബുദ്ധി പറഞ്ഞു തരികയാണോ? ഞാൻ അതിനും മാത്രമൊന്നും വളർന്നിട്ടില്ല. ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ ആരതിയുടെ വീട്ടുകാര് ഭിക്ഷക്കാരൊന്നുമല്ല. അവരുടെ അടുത്ത് ഒരുപാട് കാശില്ലാന്ന് ഒഴിച്ചാ അവിടെയുള്ള പോലെ സന്തോഷവും സമാധാനവും ആഘോഷവും ഒന്നും നമ്മുടെ വീട്ടിൽ കാണാൻ കിട്ടില്ല. എന്താണെന്നറിയോ? അവരെല്ലാരും പണത്തേക്കാൾ അധികമായിട്ട് മനുഷ്യരുടെ ഫീലിങ്സിനാണ് വില കൊടുക്കുന്നത്. നിന്റെ കയ്യും കാലം തല്ലി ഓടിക്കുന്നതിന് മുന്നേ വേഗം ഇവിടുന്ന് പോയിക്കോ. എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഞാൻ അതിന് സമ്മതിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാനേ എൻഗേജ് ആയ പെൺകുട്ടിയാ.
ദൈവമേ, നീ ഇപ്പൊ അവന്റെ കൂടെ ഉണ്ടെന്നുള്ള ആശ്വാസം എനിക്ക്. പക്ഷെ അവനൊന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നാ മതിയായിരുന്നു. എന്തു പറ്റി കിളവി? നീ വന്നത് അറിഞ്ഞില്ലല്ലോ. നീ വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് തന്നെ. ഇതെന്തു പറ്റി? ഞാൻ ഇത്ര ഉറക്ക സംസാരിച്ചിട്ടും ഇവള് കേൾക്കുന്നില്ലല്ലോ. ആദിതി, ആദിതി, നീ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. എടി എന്താടി നീ ഇതെന്താ ആലോചിച്ച് ഏത് ലോകത്താ ഇരിക്കുന്നെ? ഞാൻ നിന്നോട് അത് തന്നെയല്ലേ ചോദിച്ചേ, നീ എപ്പോഴാ വന്നേന്ന്. ഇത്ര പതുക്കെ വരാൻ നീ എപ്പോഴാ ശീലിച്ചേ? ജസ്റ്റ് വന്നേ ഉള്ളൂ. പൂച്ച പുലിയെ പോലെ അഭിനയിച്ച ഒന്നും തോന്നില്ല. പക്ഷേ പുലി പൂച്ചയെ പോലെ സൈലന്റ് ആയാ നമുക്ക് ടെൻഷൻ ആവും മോളെ. അറിയോ? ഓക്കേ, ഞാൻ അടിക്കില്ല ആദിതി. ഞാൻ ഈ കാണുന്നൊക്കെ സത്യമാണോ? എന്തിനാ? എന്തു പറ്റി മുതുക്കി? എടാ ഈ അടുത്തിടെയായിട്ട് എനിക്ക് ഉറക്കം തീരെ വരുന്നില്ല. ആരോ വിളിച്ചതുപോലെ തോന്നും, ആരോ അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നും. സുമേഷ് ഏട്ടാ, നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ ജെയിംസ് ജോൺസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആര്? ഈ ജെയിംസ് ജോൺസ് സാറ്? സുമേഷേട്ടന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ ആളാ. ആളൊരു ഹീറോ തന്നെയാ. നീയും നിന്റെ ഡിഡക്റ്റീവ് സംഘവും എന്റെ പ്രശ്നത്തിന് എന്താ ഒരു പരിഹാരം? എന്തെങ്കിലും ആവട്ടെ, വാ നമുക്ക് ഒരു പാനിപ്പൂരി കഴിച്ചിട്ടായാലും വരാം. എനിക്ക് തോന്നി അവരുടെ കൂടെ കൂടിയത് മുതല് നിനക്ക് ഈ വീട്ടിലുള്ളവരെ കുറിച്ചോ സമൂഹത്തിൽ നമുക്കുള്ള സ്റ്റാറ്റസിനെ കുറിച്ചോ നിനക്കൊരു ചിന്തയില്ലെന്ന് മനസ്സിലായി. ഒരുപക്ഷെ ഞാൻ അവരെ വിളിച്ചാൽ അവർ വരില്ല അമ്മേ. എന്താന്ന് വെച്ചാൽ അവർക്ക് സ്വാഭിമാനം കൂടുതലാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവരെല്ലാവരും എന്റെ വീട്ടുകാരാ. ചേട്ടൻ പോലും അമ്മാവനും അമ്മായിയും അച്ഛ അമ്മ എന്ന് വിളിച്ചത് അമ്മ കേട്ടില്ലേ? ദയവ് ചെയ്ത് ഇങ്ങനെ തരംതാന്ന രീതിയിൽ അവരെ കുറിച്ചൊന്നും സംസാരിക്കല്ലേ. അറിയോ? ഓക്കെ ചേട്ടാ. Yeah, I'm perfectly all right. അളിയാ, നീ അപ്സെറ്റ് ആയിട്ടാണോ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോയത്? നോ അങ്ങനെ ഒന്നുമില്ല ആദ്യ. ആക്ച്വലി ചേട്ടൻ ഫംഗ്ഷന് കാണില്ലെന്ന് ഓർത്ത് ഇറിറ്റേറ്റ് ആയിരിക്കുമായിരുന്നു. അല്ല, ഇത്ര പെട്ടെന്ന് ഡൽഹി പോകേണ്ട കാര്യം എന്തായിരുന്നു? നീ ആരെയും മിസ് ചെയ്യാൻ പാടില്ല എന്ന് ഓർത്താണ് ഒരു ദിവസം മുന്നേ വന്നത്. വേദാന്ത് ആദ്യം വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ വിക്കി അപ്സെറ്റ് ആവുമെന്ന് അവൾക്ക് തോന്നിക്കാണും. അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. താങ്ക് യു അളിയ, താങ്ക് യു ആദ്യ. ഇപ്പൊ നിങ്ങള് എനിക്ക് ഡബിൾ അളിയനാണ് അളിയ. മനസ്സിലായില്ലല്ലേ? എന്റെ ഭാര്യയുടെ ചേട്ടൻ, പിന്നെ അനിയത്തിയുടെ ഭർത്താവ്. ആണല്ലേ? സൂപ്പർ. ഒരു മിനിറ്റ്, ഞാൻ അമ്മൂനൊന്ന് വിളിച്ച് പറയട്ടെ. വേദാന്ത് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞപ്പോ തൊട്ട് തന്നെ അവള് വളരെയധികം അപ്സെറ്റ് ആയിട്ടിരിക്കുക. ഞാനിപ്പോ വരാം. ചേട്ടാ, എനിക്കെന്തോ നമ്മുടെ വേദാന്ത് ചേട്ടൻ സിദ്ധാർത്ഥിന്റെ അളിയനാവുന്ന തോന്നുന്നത്. ഞാൻ എന്റെ അമ്മയെ തൊട്ട് വേണമെങ്കിലും സത്യം ചെയ്യാം, അമൂല്യ ഒരു തെറ്റും ചെയ്യാനുള്ള സാധ്യതയില്ല. ഈ വേദാന്ത് എന്താ വിളിക്കാത്തെ? അവൻ സേഫ് ആയിട്ട് എത്തിയോ എന്തോ? അവൻ വിളിക്കട്ടെ, ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഒരുപക്ഷെ ഞാൻ അവനെ പറ്റി ആലോചിച്ചത് അവന് മനസ്സിലായിട്ട് ടെലിപ്പതി വർക്കായി അവനെങ്ങാനും എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ഫോണിലെ ആന്റി നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ബിസിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന അങ്ങനെ ശല്യം ചെയ്യണം. വേദാന്തിന് വെറുതെ ഇറിറ്റേറ്റ് ആവും. ആഹാ, ചേച്ചി പാർട്ടിയുടെ ഫോട്ടോസ് ആണല്ലോ അയച്ചേക്കുന്നേ.
തമാശ ചെയ്യുമ്പോ പോലും ചിരിക്കില്ല. അഹങ്കാരി. ഇവൻ എപ്പോഴാണോ കുറച്ച് ബുദ്ധി വരുന്നത്? അമ്മു അമ്മു ആ നീ ഇവിടെ ഇരിക്കായിരുന്നോ? എന്താ കഴിക്കാൻ വരാത്തെ? ആ, ചേച്ചി എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ടാ. എപ്പോ ചോദിക്കുമ്പോഴും നീ ഇത് തന്നെയാണല്ലോ പറയാറ്. ഒന്നും കഴിക്കാതെ ഇപ്പൊ ഒരു കമ്പ് പോലെ നീ ഇരിക്കുന്നെ. അവിടെ ഇരിക്കെ, നിന്നെയൊക്കെ വാരി തന്ന് കഴിപ്പിക്കേണ്ട അവസ്ഥയാ. ഒന്ന് വെറുതെ ഇരുന്നേ നീ. എന്തു പറ്റി അമ്മു? എന്തിനാ നീ കരയുന്നേ? ഇനി എത്ര ദിവസം നീ ഇവിടെ കാണും? കല്യാണം കഴിഞ്ഞ് പോകില്ലേ? പിന്നീട് മിക്കിച്ചേട്ടന്റെ വീടായിരിക്കും നിന്റെ വീട്. അത് തന്നെ നിന്റെ ഫാമിലി ആകും. നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാ എനിക്ക് നിന്നെ ഒരുപാട് ഓർമ്മ വരുമ്പോ, ഞാൻ പയ്യെ നിന്നെ മിസ് ചെയ്യാൻ തുടങ്ങുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ നിനക്ക് ചേട്ടൻ മാത്രമല്ല, നല്ലൊരു ഫ്രണ്ടാണ്. നീ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്ത് ആരതി ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞാ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ പറഞ്ഞെത്തും. ഞാൻ മായാവിയെ പോലെ നിന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. എന്താ കള്ളക്കളവി? നമ്മുടെ പാവം ചേച്ചിയെ നീ ഓരോന്ന് പറഞ്ഞ് വഴിതെറ്റിക്കോ? ഇനി ആരൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ ഈ ചേച്ചിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ശരി മോളെ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ചേച്ചിയാ. അങ്ങനെ പറയാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. ചേച്ചിയല്ല, അമ്മ. അമ്മ ചേച്ചിയുടെ കണ്ണീരിന് വേറെന്തെങ്കിലും കാരണം ഉണ്ടാവോ? ആരതി, ഓ നിങ്ങൾ നാളത്തെ ഒരുക്കത്തിലായിരുന്നല്ലേ? നിന്റെ അമ്മായിയമ്മയ്ക്കും അമ്മായിച്ചനും ഞാനുണ്ടാക്കുന്ന അച്ചാറ് ഇഷ്ടമായിരിക്കും അല്ലേ? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്ന പ്രമി? നാളെ ബന്ധുക്കള് വരുന്നത് നിന്റെ അച്ചാർ തിന്നാൻ വേണ്ടി മാത്രാണോ? അല്ലച്ചാ, നാളെ കല്യാണക്കുറിയുടെ പൂജയാണെന്ന് പറഞ്ഞിട്ട് കല്യാണക്കുറി കാണുന്നില്ലല്ലോ. അതിഥി, ഇവരുടെ നിശ്ചയം എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലല്ലോ നടന്നത്. അതുകൊണ്ട് നാളെ പൂജാരി വന്ന് കല്യാണ ദിവസം കുറിക്കും. അവര് ജാതകം നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇവർക്ക് പറ്റിയ മുഹൂർത്തം ഏതാണെന്ന് പറയും. അത് പൂജ ചെയ്തിട്ടാണ് എല്ലാവരും അറിയിക്കുന്നത്. ഓഹോ, അങ്ങനെയാണോ കാര്യം? ഇപ്പൊ മനസ്സിലായി. അങ്ങനെ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു. അല്ല മക്കളെ, അമ്മൂനെ കാണുന്നില്ലല്ലോ. അയ്യോ, അവളോ ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതല് പഴയ സിനിമയിലെ ഹീറോയിനെ പോലെ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എന്ത്? അമ്മു കരയുന്നോ? അങ്ങനെയല്ല, മുഖമൊക്കെ വീർപ്പിച്ച് ഒരുമാതിരി കരയുന്ന പോലെ ഇരിക്കുവായിരുന്നു. അവൾ എങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ? എന്താ പറ്റിയെന്ന് ചോദിച്ചുകൂടായിരുന്നോ നിനക്ക്? അങ്ങനെ ഞാനും വിചാരിച്ചതാ. പക്ഷെ ഞാനെങ്ങാനും പോയി അവളോട് ചോദിച്ചാ സിദ്ധാർത്ഥേട്ടന്റെ വീട്ടിലുള്ള ആ പോമറേനിയൻ പട്ടിയുണ്ടല്ലോ, അതിനെ പോലെ അവൾ എന്നെ കടിച്ചാലോന്ന് പേടിച്ചിട്ടാ. അതെ മക്കളെ, ഇന്ന് സാരിക്ക് വന്നപ്പോഴേ അവളുടെ മുഖം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ ഇറങ്ങി അങ്ങ് പോയി. അമ്മോ, എന്താ മോളെ ഇന്ന് ഓഫീസിലുണ്ടായത്? അമ്മയോട് പറ. അമൂല്യ, ഞാൻ ഇന്ന് ഡൽഹിക്ക് പോവാ. അമ്മോ, ഞാൻ നിന്നോട് തന്നെയാ ചോദിച്ചേ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രമി, അവൾക്ക് ക്ഷീണം ഉണ്ടാവും, വിശക്കുന്നുണ്ടായിരിക്കും. ചോറും കറിയും ഇന്ന് വെച്ച് കഴിച്ചില്ലെങ്കിലേ നാളത്തേക്കേ അത് വെറും പഴുങ്ങിഞ്ഞായി മാറില്ലേ? അതുപോട്ടെ, ഞാൻ ഇന്ന് നിന്റെ ഫേവറേറ്റ് ആഹാരമാ ഉണ്ടാക്കിയത്. ഞാൻ എടുത്തോണ്ട് വരട്ടെ? എന്ത്? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. എനിക്കൊന്നും കഴിക്കാനും വേണ്ട. എന്ന് മുതലാ നിനക്കത് ഇഷ്ടമില്ലാത്ത ആഹാരായത്? എന്ത് കിട്ടിയാലും വയറ് നിറയെ വലിച്ചു വാരി കഴിക്കുമായിരുന്നല്ലോ, നീ ഇപ്പൊ എന്ത് പറ്റി? അതിപ്പോ അങ്ങനെയൊക്കെ തന്നെയാ. എനിക്ക് ഫേവറേറ്റ് ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ പറ, അത് ഞാൻ അങ്ങ് ചെയ്യാം. ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ കൊള്ളാമല്ലോ, എന്റെ ജോലി ഒന്ന് കുറഞ്ഞെന്ന് വിചാരിച്ചതാ. അവള് വന്ന വഴിയെ പോയി. മിണ്ടാതിരുന്ന് ചെയ്യാൻ നോക്ക് നീ.
മുത്തശ്ശി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ തോന്നുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട്? വാവ്, ഇതും സൂപ്പർ ആയിട്ടുണ്ട്. അല്ല, ഇതാർക്കാ? അമൂലിക്ക. അവക്കോ? നല്ല ഭംഗിയുണ്ട്. അവക്കിത് നന്നായിട്ട് ചേരും. എന്താ കൊച്ചുമോളും മുത്തശ്ശിയും തമ്മിൽ വലിയ ചർച്ചയാണല്ലോ. ഏയ് ഒന്നുമില്ല. ആരതിക്ക് വേണ്ടിയിട്ടുള്ള സ്വർണം അമൂല്യയുടെ കയ്യിൽ കൊടുത്തു വിട്ടല്ലോ. അപ്പോ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കാണുകയായിരുന്നു. ആഹാ കല്യാണ കച്ചേരി പാടാവേടി. അതേടാ, കല്യാണം നിന്റെ തന്നെയാ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാ ഇതെല്ലാം. ആണുങ്ങളായ നമ്മള് മിണ്ടാതെ നിന്നോണം. ഒരുപാട് സന്തോഷിക്കാനും പാടില്ല, ഡേഞ്ചറാ. അതെന്താണ് മോനെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞത്? കല്യാണ വീട്ടിലെ ആണുങ്ങൾക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടെ? അതിനാരാ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ പെണ്ണുങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾക്കെല്ലാം ബില്ല് പേ ചെയ്യുന്നതും വാങ്ങിയതെല്ലാം കാറിൽ കൊണ്ടുപോയി വെക്കുന്നതും കാറ് ഡ്രൈവ് ചെയ്യുന്നതും കല്യാണ സ്ഥലത്തേക്ക് പോകുമ്പോൾ വീടെല്ലാം ഭദ്രമായി പൂട്ടിയൊന്ന് നോക്കുന്നതും അതുമാത്രമല്ല നിങ്ങൾ പറയുന്നതിനെല്ലാം തലയാട്ടി നിൽക്കുന്നതും. ഒന്ന് പോവാച്ചാ, എപ്പോഴും ഇങ്ങനെ പെണ്ണുങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കും. ഈ വിക്കി ചേട്ടനും അച്ഛന്റെ അതേ സ്വഭാവം തന്നെയാ. വെറുതെയെങ്കിലും ഇങ്ങനെയൊക്കെ കളിയാക്കിയില്ലെങ്കിലേ മറന്നുപോകും ആദ്യ. ആക്ച്വലി ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ ആണുങ്ങള് 1000 തവണ എല്ലാം റെഡിയായോ എന്ന് ചോദിക്കും. അതിനെല്ലാം ഓ റെഡിയായെന്നും പറഞ്ഞ് തലയാട്ടുന്നത് നിങ്ങൾ പെണ്ണുങ്ങൾ. അവസാന നിമിഷം ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് അയ്യോ ഒരു സാധനം മറന്നുപോയി, പെട്ടെന്ന് അതൊന്ന് വീട്ടിൽ ചെന്ന് എടുത്തോണ്ട് വരുമോ, ഒരു 10 മിനിറ്റ് കൊണ്ട് കടയിൽ പോയി ഈ സാധനം ഒന്ന് വാങ്ങിച്ചോണ്ട് വരുമോ എന്നൊക്കെ ചോദിക്കും. ഫംഗ്ഷന്റെ ഇടയില് ആണുങ്ങളെ ഏതെങ്കിലും തരത്തിൽ വെപ്രാളം പിടിപ്പിച്ചില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് യാതൊരു സമാധാനവും കിട്ടത്തില്ല. ആവശ്യമുള്ള കാര്യങ്ങളൊന്നും മറക്കാറില്ല ഈ സുഹാസിനി. ആരതി നിന്റെ ഭാര്യയായി ഇങ്ങോട്ട് വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതിനേക്കാളും വലിയ ശല്യം എന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയല്ലേ. അതിന് തടയിടാൻ വേണ്ടി തന്നെയാ വേദാന്തിനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറ്റിയത്. നാളെ അമൂല്യയുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം ഉണ്ടാക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എന്തായാലും 2 മണിക്കൂർ വേണം ഇവിടുന്ന് ഡൽഹിയിലെത്താൻ. എങ്ങനെ പോയാലും എയർപോർട്ടിൽ ഒരു 2 മണിക്കൂറാകും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡൽഹിയിൽ എത്തിയിട്ട് എന്തായാലും 3 മണിക്കൂർ ആയിട്ടുണ്ടാവും. സുരക്ഷിതമായിട്ട് ഞാൻ ഇവിടെ എത്തി. നീ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കാൻ പോലും ഒന്നും വിളിക്കാത്ത എന്ത് രോഗം ഇവന്. കോൾ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഒരു മെസ്സേജ് എങ്കിലും അയക്കാൻ പാടില്ലാത്ത എന്ത് തിരക്കാവുള്ളത്. അവന് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. അതിന് ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്തു പറ്റി മുതുക്കി? ആരോട് സംസാരിക്കുന്ന പോലെ തോന്നി? ആരോടായിരുന്നു? എനിക്കെന്താ ഭ്രാന്താണോ ഒറ്റയ്ക്കിരുന്ന് വെറുതെ അങ്ങ് സംസാരിക്കാൻ? നാളെ എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ട്, അതിനൊരു റിഹേഴ്സൽ നടത്തുമായിരുന്നു. ഓഹോ, ഞാനേ ഈ സീരിയലിലൊക്കെ ഹീറോയിൻ ഒറ്റയ്ക്ക് സംസാരിക്കില്ലേ, അതുപോലാന്ന് വിചാരിച്ചു. അതുകൊണ്ടാ. ആഹാ, നീ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുവാണോ അഹങ്കാരി? എടി കിളവി, നിക്ക്, ഈ ഫുഡിനകത്ത് ഉപ്പ് കുറവാ. ഞാൻ പോയി കുറച്ച് ഉപ്പിട്ടിട്ട് വരാം. സ്ഥലം മാറി വന്ന ആകെ ക്ഷീണമാണ്. രാത്രി ഉറങ്ങാൻ പറ്റിയ മതിയായിരുന്നു. ഇൻ കേസ് എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നാളത്തെ മീറ്റിംഗ് മുഴുവൻ കൊളാവും. സോ ഫോൺ സൈലന്റ് ആക്കി വെക്കാം. അല്ല, ഇത്രയും തവണ കോൾ ചെയ്തിട്ട് റിസീവ് ചെയ്തില്ലെന്ന് പറയുമ്പോ മനഃപൂർവ്വം എന്നെ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കോ? എന്തു പറ്റി കിളവി? ആരെ വിളിച്ചോണ്ടിരിക്കുവാ? വല്ലാത്ത ശല്യാണല്ലോ നിന്റെ കാര്യം. മറക്കരുത്. അത് ശരിക്കും നീ ഒന്ന് കണ്ണാടി നോക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്റെ വിധി. ചേടാ, ഈ മുതുക്കിക്ക് മനസ്സിലാവുന്നില്ല എന്താ നടക്കുന്നെന്ന്. നാളത്തെ ഫംഗ്ഷനില് വേദാന്തേട്ടൻ ഉണ്ടായിരിക്കില്ല. ആകെ ബോറായിരിക്കും.
ഒരു കാര്യവും ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ലേ നിനക്ക്? അല്ല, നീ എവിടുത്തെ അഡ്മിൻ ആണെന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. നീ ചെയ്യുന്നതൊക്കെ ഞാൻ സഹിക്കുമെന്ന് വിചാരിക്കണ്ട. ഈ നിമിഷം തന്നെ നിന്നെ ഞാൻ എന്തായാലും ജോലിന്ന് പറഞ്ഞയക്കും. ഡിസ്കസ്റ്റിംഗ് ഇഡിയറ്റ്. Damn it, disgusting. വല്ലാത്ത കഷ്ടമാണല്ലോ നിങ്ങളുടെ കാര്യം. നിങ്ങൾ ശരിക്കും ഒരു ഫണ്ണിയാ. ഈ ലോകത്തുള്ളൊരു വിചിത്രമായ പെണ്ണെന്ന് വെച്ചാ അത് ഞാനായിരിക്കും. നിങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് ഓരോ കാര്യത്തിനും വഴക്കുണ്ടാക്കാൻ വരുന്നത് ഞാനാ. നിങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ ഞാൻ നിങ്ങളെ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. ബോസ്, നിങ്ങളോ? നിങ്ങള് ഇവിടെ എങ്ങനെ എത്തി? നിങ്ങൾ ഈ ചെയ്യുന്നത് ഡബിൾ ആക്ടിംഗ് ആണോ? അതോ നിങ്ങൾക്കിനി എങ്ങാനും ഞാൻ അറിയാതെ ട്വിൻ ബ്രദർ ഉണ്ടോ? അതെങ്ങനെ നടക്കാനാ? അതിരിക്കട്ടെ, നിങ്ങള് ബിസിനസ് ടൂറിലല്ലായിരുന്നോ? നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ വേറൊരു സ്ഥലത്ത് പോവാൻ മാജിക് അറിയാമോ? ഒന്നും മിണ്ടാതിരിക്കോ? ഞാനിപ്പോ നിന്റെ സ്വപ്നത്തിലാ ഉള്ളത്. ഇനി പറ, നീ എന്തിനാ എന്നെ എങ്ങനെ മിസ് ചെയ്യുന്നേ? ബിസിനസ് ഐക്കൺ ഓഫ് ദി ഇയർ ആണോ? ഞാനും ഇതിലൊന്നും ഒട്ടും മോശമല്ല, അറിയാമോ? എനിക്കുണ്ട് നല്ലൊരു പേരും ഫെയിമും ഒക്കെ.